സോപ്പിടയൊന്നും വേണ്ട, സോപ്പിടയൊന്നും. ഇത് മിണ്ടാത്ത നീ. വെൽക്കം ബാക്ക് അഗൈൻ ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഗോതമ്പ് പുട്ടും പിന്നെ പഴമുണ്ട്, മുട്ടയുണ്ട് കേട്ടോ, മുട്ട ഗൈസ്. അപ്പോൾ ആദ്യം നമുക്ക് മുട്ട കഴിക്കാം കേട്ടോ. മുട്ട നാടൻ മുട്ടയല്ല, വെള്ളമുട്ടയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നേരെ നമ്മളെ കൃഷി സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചിലപ്പോൾ ഈ കൊല എടുത്തുകൊണ്ട് പോകും കേട്ടോ. ഇത് ഒടിഞ്ഞു വേണം, റോബസ്റ്റയാണ്. ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകും, നോക്കട്ടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പണിയെല്ലാം തീർത്തിട്ടേ. ഗൈസ്, അപ്പോൾ ഇവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂടായോണ്ടേ ഊന്നെല്ലാം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഓടിയും. ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ നമുക്ക് വെള്ളം പിടിച്ച് വയ്ക്കണം. വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ പിടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച് അല്ലാതെ സെറ്റ് ചെയ്തിട്ട് കേട്ടോ. ഗൈസ്, ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ യുവമാർക്ക് കൊടുക്കാം കേട്ടോ, പട്ടിക്കുട്ടന്മാർക്ക് കൊടുക്കാം. സോപ്പിടയൊന്നും വേണ്ട, സോപ്പിടയൊന്നും വേണ്ട, സോപ്പിടയൊന്നും വേണ്ട. അവിടെ ഇല്ലേ തരാക്കിട്ട്. ഓ നമസ്കാരം ഗൈസ്. അപ്പോൾ ഇവൻ എന്ത് കേട്ട് നിങ്ങൾ എന്നെ പറ, എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. ആണ്ടാ ഇവനാണ് എന്നെ നിൽക്കാൻ ഇവിടെ സമ്മതിക്കാത്ത. എൻ്റെ വെറുതെ അടിക്കാറുണ്ട്, എന്നെ വാന്തിന് നോക്കിയോ എന്നെ ചേക്കാം. പേടിച്ചു പോയി. വാ കിട്ടു. സാറിന് വയ്യ, സുഖമില്ല, വയറിന് ദഹന പ്രശ്നമാണെന്ന് തോന്നുന്നു കേട്ടോ. 2 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല. നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു പിന്നെ പശുവിനെയൊക്കെ വളർത്തുന്നുണ്ടാകുന്നു. അപ്പോൾ പശു നമ്മൾ വളർത്തുന്നില്ല, അമ്മുമ്മയുടെ വീട്ടിലാണ് ഉള്ളത് കേട്ടോ. ആടും ഉണ്ട് കേട്ടോ, ആട് കുറേ. ഇതിലൊരു ആടാണ്. ഹലോ, ഇവിടെ തിന്നുമ്പോൾ മൈൻഡ് ചെയ്യൂല, ആരെയും മൈൻഡ് ചെയ്യൂല. തീറ്റ മസ്റ്റ്. എന്നാ ഇങ്ങോട്ട് നോക്ക്. 50-50 ബിസ്ക്കറ്റ് മാച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവൻ കുറച്ച് വെള്ളം കൂടെ കുടിക്കും. വെള്ളം കുടിക്കുക, എത്ര ചൂടായാലും വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയ തന്നെ. ഗൈസ്, അപ്പോൾ തെങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ. തെങ്ങിപ്പോൾ നമ്മളെ മാമൻ വാങ്ങിച്ചു കേട്ടോ, അതായത് അമ്മയുടെ സഹോദരൻ വാങ്ങിച്ച്. നമ്മളവിടെ ഉത്സവത്തിൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചായത്തമ്പലം ഇല്ലേ, അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഒരെണ്ണം 150 രൂപ. ഒരെണ്ണം പിന്നെ ചാപ്പാടൻ തെങ്ങാണ്, മറ്റേ ചുവന്ന തേങ്ങയില്ലേ അതിൻ്റെ തെങ്ങാണ്. ഒരെണ്ണം നാടൻ തെങ്ങ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഐറ്റവും വാങ്ങിക്കാൻ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, സ്റ്റോക്ക് വന്നതിന് ശേഷം പൈസയും കൂടി റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. നമുക്ക് 2 എണ്ണം പോരാ, നമുക്ക് ഏകദേശം ഒരു 10-20 എണ്ണം വേണ്ടി വരും തോന്നുന്നു. അപ്പോൾ അടുത്ത സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് വാങ്ങിക്കാം. ഗൈസ്, വെള്ളത്തിട്ടിട്ടുണ്ട്, വെള്ളം കോവിരട്ടെ, വെള്ളത്തിൽ കിടന്ന് കോവിരട്ടെ. ഗൈസ്, അപ്പം നമ്മളെ ഐറ്റം എന്ന് പറയുന്നത് ഗംഗാ ബോണ്ടമാണ് കേട്ടോ. ഗംഗാ ബോണ്ടം ഡാർഫ് കോക്കനട്ട് ട്രീ ആണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. ഇവിടെയൊന്നും ഇല്ല കേട്ടോ, സാധാരണ കടയിലൊന്നും കിട്ടൂല. വെളിയിലോട്ട് സിറ്റിയിൽ അങ്ങനെ പോയാലേ കിട്ടും. ഞാൻ കുറേ അന്വേഷിച്ച്. സംഭവം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ വെള്ളത്തിൽ ഇട്ട് കൊടുത്തത്. പെട്ടെന്ന്
സംഭവം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കേട്ടോ, ഇത് നാടൻ പട്ടിയാണ് കേട്ടോ. കൈ തരാൻ പറഞ്ഞപ്പോൾ മുടുക്കൈ ആ കൈ താറ പറ്റി കൈ തരാൻ. ഓക്കെ, ഇടയ്ക്ക് പൂച്ച വന്നു കേട്ടോ, ആശാൻ്റെ സ്വഭാവം മാറി. ഇത് കണ്ട ഇപ്പം നോക്കിയോ, അല്ലെങ്കിൽ ഭയങ്കര കൂട്ടാണ്. ചൂടത്ത് വെള്ളം കുടിക്കാതെ ആച്ച ഇവിടെ കിടക്കണത്. ഇരാ അത് പോ. നീ തിന്നില്ലേ? ഇപ്പോൾ ഗായ്സ്, നമ്മളിവിടുത്തെ പാവപ്പെട്ട ഒരു പൂച്ചയാണ് കേട്ടോ. ഒരു ശല്യവും, ആർക്കും ഒരു ദ്രോഹവും ഇല്ല. ഇവിടെ പൂച്ച ഒരു 5-6 ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പാവപ്പെട്ട പൂച്ചയാണ്. ഇപ്പോൾ കാണിച്ചു തരാം. മക്കളെ വിളി കേൾക്കാൻ പോലും വയ്യ പാവത്തിന്. മക്കളെ ഇത് മിണ്ടാത്ത നീ സങ്കടാ മക്കളെ. അയ്യോ വയ്യേ കൈ തരി കഴിച്ചത് ആഹാരം കഴിക്കാത്തതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇതിങ്ങനെയാണ്, ഇതിൻ്റെ പ്രകൃതം ഇങ്ങനെയാണ്. ആഹാരം കൊടുക്കാത്തതുകൊണ്ടാണ് കഴിക്കാത്തതുകൊണ്ടൊന്നുമല്ല, ആഹാരം കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ പൂച്ച ഇങ്ങനെയാണ്, കൊച്ചിലെ ഇതിനെ പ്രസവിച്ചപ്പോഴേ ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിരുന്നു, ഒരു കൊല വെട്ടാൻ മാറി നിൽക്കുക റോബസ്റ്റ. അപ്പോൾ ഇന്നലെ നമ്മൾ വെട്ടി കൊടുത്തു കേട്ടോ. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത്, വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടപ്പന ഇത് ഒടിഞ്ഞിങ്ങ് വീണ് കേട്ടോ, തടയ ഒടിഞ്ഞിങ്ങ് വീണ്. പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വിളഞ്ഞ് അതിനെ കൊണ്ട് കൊടുത്തു കേട്ടോ. വിലയും ഒന്നുമില്ല, എന്തായാലും കൊടുത്ത്. സംഭവം എന്ന് പറഞ്ഞാൽ മൊത്തം 75 രൂപ കിട്ടി, കിലോയ്ക്ക് 15 രൂപ, 6 ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ 1 കിലോ കാളാമട്ട കുറച്ചിട്ട് 5 കിലോയ്ക്ക് കിലോ 15 രൂപ വെച്ച് 75 രൂപ കിട്ടി. വൻ നഷ്ടം. പിന്നെ എന്തായാലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടിയിരുന്നു മക്കളെ, നമുക്ക് കഴിക്കാമായിരുന്നു, വേറെ നഷ്ടമില്ലേന്ന്. എന്തായാലും കൊടുത്തു കേട്ടോ. വേറെ ഇനി 2 കൊലയും കൂടെ ഉണ്ട്, അത് നമ്മൾ കൊടുക്കുന്നില്ല, നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അടുത്ത കൊലയും ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത സെറ്റ് കൊലയ്ക്കാൻ പോവുകയാണ്. ഗൈസ്, ഇവിടെ എന്നാൽ ഏത്തക്കൊലയിലെ കൂമ്പ് നമ്മൾ വെട്ടിയെടുത്ത് കേട്ടോ. വെട്ടിയെടുത്തിട്ട് നമ്മളൊരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കൊടുത്ത്, പിന്നെ അമ്മൂമ്മയ്ക്ക് കൊടുത്ത്, നമ്മൾ 2 കൊണ്ടുപോയി. കൂമ്പ് വെട്ടിയാൽ പെട്ടെന്ന് കൊല വിളയുമെന്നാണ് പറയണം, അതുകൊണ്ടാണ് വെട്ടിയത്. ഗൈസ്, വെള്ളമെല്ലാം പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 കന്നാസ് പിടിച്ച് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം വന്നിട്ട് ഒഴിക്കണം, അതാണ് പ്ലാൻ. ഒരു കുഴി തന്നെ 2 വാഴ നടാൻ പോവുകയാണ്, ഒരു റോബസ്റ്റയും ഒരു രസകലിങ്ങയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ എടുക്കാൻ പോകണം. ഈ 2 കേട്ടോ. പൈസ ഫൈനലി നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കുഴി തന്നെ 2 വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് പരിപാടി. ഇങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ.